സൈമ എപ്പോഴും ഒരു പ്രസ്റ്റീജ് അവാർഡാണ്. ഞാൻ സെക്കൻഡ് ടൈമാണ് സൈമയിൽ പങ്കെടുക്കുന്നത്. വിജയ് കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്യാനിരിക്കുന്ന സ്ത്രീയായിരുന്നു. നന്നായി കല്യാണം കഴിച്ചത്. ആശീർവാദ് സിനിമാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ചിത്രങ്ങൾ 90% ഹിറ്റ് ആവുന്നത് എങ്ങനെയാണ്? അതൊരു ദൈവാനുഗ്രഹമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കാര്യം എല്ലാ ചിത്രങ്ങളും മോഹൻലാൽ സാർ തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ വിജയ ചിത്രമായ മുൻകാല ചിത്രങ്ങളിൽ ഒരു ചിത്രം പോലെ ആകണമേ എന്ന് പ്രാർത്ഥിച്ചാണ് എല്ലാ ചിത്രങ്ങളും എടുക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ഇൻ്റർനാഷണൽ മൂവി അവാർഡ്സ്, മൈക്രോമാക്സ് സൈമ ആൻഡ് ഒരു എന്താ പറയുക, ഒരു നാഷണൽ സ്കെയിലിൽ നിന്ന് ഒരു ഇൻ്റർനാഷണൽ സ്കെയിലേക്കുള്ള ഒരു അവാർഡ് പെർഫോമൻസിന് വേണ്ടിയിട്ട്, അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് മലേഷ്യയിലേക്ക് വരിക, പ്ലെയിൻ ഇറങ്ങുക. ഒരുപാട് രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ബട്ട് ഈ ഒരു ദൗത്യത്തിന് വേണ്ടി പ്ലെയിൻ ഇറങ്ങുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? അല്ല, സൈമയുടെ അംഗീകാരം കിട്ടുക എന്നുള്ളത് മലയാളത്തിലുള്ള സിനിമയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യൂഷ്വലി വലിയ വലിയ നടന്മാരാണ് ഗസ്റ്റ് അപ്പിയറൻസിന് വരിക. ഇത് വലിയ വലിയ പ്രൊഡ്യൂസേഴ്സാണ് ഗസ്റ്റ് അപ്പിയറൻസിന് വരുന്നത്. എന്താണ് പിന്നെ ആക്ട് ചെയ്യാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ആന്റണി പെരുമ്പാവൂർ? ഞാൻ സിനിമയിലെ കുറേ സിനിമകളിൽ വന്ന് മുഖം കാണിച്ചു പോയിട്ടുണ്ട്. പ്രിയദർശൻ സാറും ലാൽ സാറും കൂടി കൂടുന്ന സമയത്ത് വർത്തമാനം പറഞ്ഞു വരുന്ന ഒരു അഭിനയിച്ചു പോകുന്നതാണ്. ഇപ്പൊ ലാസ്റ്റ് ഈ ദൃശ്യം എന്ന ചിത്രത്തില് മോഹൻലാൽ സാറാണ് പറഞ്ഞത് ഇതിനകത്ത് അഭിനയിക്കണത്, അതും ഓഫീസറായിട്ട്. അതെ. അപ്പൊ അങ്ങനെ ജസ്റ്റ് പറഞ്ഞു, ജിത്തു പറഞ്ഞു, അയ്യോ അണ്ണ എനിക്ക് അറിയില്ലായിരുന്നല്ലോ നിങ്ങൾ അഭിനയിക്കുന്നത്. അങ്ങനെ വന്നിട്ട് ഞാൻ ചെയ്തു പോയൊരു വേഷം. ആശയുണ്ടോ? ഇല്ല, ഓൾ ദി ബെസ്റ്റ്. പിന്നെ ഇനിയും ഇതുപോലെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവട്ടെ, അതിന്റെ പുറകിൽ നിൽക്കാനുള്ള യുനോ കഴിവുണ്ടാവട്ടെ. താങ്ക് യു വെരി മച്ച്. This is the beauty of Malaysia. കണ്ടില്ലേ, തെരുവോരങ്ങളിൽ പാട്ട് പാടാനും വാദ്യോപകരണങ്ങൾ വായിക്കാനൊക്കെ ആയിട്ട് എത്ര പേരാണ്. ആൻഡ് ഭയങ്കര രസമായിട്ട് ഇദ്ദേഹം വായിച്ചു. വാട്ട്സ് യുവർ നെയിം? My name is Adang. Adang. Yeah. Adang, wonderful Adang. Super. Adang, you know, what's your language? Which country you're from? I'm from South America. South America? Yeah, from Peru. All right. You know Indian songs, Indian music? Yeah. What can you play for you? You'll play for me? Okay. Well, Micromax Saima, powered by AskMe.mom and Havels. ഇനി സൂര്യ ടി വിയിൽ കാണാൻ പോകുന്നത് ഒരു മലേഷ്യയിലെ സൗത്ത് അമേരിക്കൻ പെറുക്കാരൻ ഒരു ഇന്ത്യൻ സോങ് വായിക്കാൻ പോവാണ്. ലെറ്റ്സ് സീ. ഇന്ത്യൻ സോങ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ സ്ട്രീറ്റിൽ ആൾക്കാർ വന്നു തുടങ്ങി. യു ക്യാൻ സീ സ്ട്രീറ്റിൽ ആൾക്കാർ കൂടി തുടങ്ങി. Micromax Saima 2014 powered by AskMe.com and Havels. ഇതാണ് മലേഷ്യയുടെ ബ്യൂട്ടി, ഇന്ത്യയുടെ ബ്യൂട്ടി, സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ ബ്യൂട്ടി, ബോളിവുഡിൻ്റെ ബ്യൂട്ടി. എവിടെയും ഇന്ത്യയുടെ സംഗീതം, ഇന്ത്യയുടെ ആൾക്കാർ. ഇന്ത്യ ഇസ് മേക്കിംഗ് വേവ്സ് അല്ലേ? Saima Awards, rocking Malaysia. You're watching Surya TV and this is 2014 Micromax Saima. പല സ്റ്റാർസും പല ഭാഗത്തും നിൽക്കുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ചെയ്തു. യഥാർത്ഥ വെടിക്കെട്ട് ആരംഭിക്കാൻ പോകുന്നേ ഉള്ളൂ. Saima is doing a great job promoting films all over, and you have the right guys, Rana and Shreya. ഞാൻ ആദ്യമായിട്ടാണ് സൈമ അവാർഡ്സിന് ഇവിടെ വന്നിരിക്കുന്നത്. സോ ലുക്കിംഗ് ഫോർവേഡ് ഫോർ ദ ഇവന്റ്. എന്നെ ആരെങ്കിലും ഒക്കെ കൊല്ലും ഇത് കഴിഞ്ഞു. അതെ. Who do you think is a better actress? Naturally, it's my wife. ഈ ലോകത്തിൽ യോഗ്യന് ഒരാളുണ്ടെങ്കിൽ അത് ഈ പാലക്കാട്ട് മാധവനാണ്. മഴ കൊണ്ടു മാത്രം മുളയ്ക്കുന്ന വിത്ത്
മുത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. കാശ് പണ കൊട്ട് മണി മണി, കാശ് പണ കൊട്ട് മണി മണി, കാശ് പണ കൊട്ട് മണി മണി. മലയാളത്തിലെ ഓമന പെണ്ണെ. Mr. Handsome. നെടുമുടി വീണു സർ. നെട്ടൂരാനോടാണോടാ നിന്റെ കളി? Come on, I'm calling you. Come. Sure. Lali, lali, le, lali, lali, le, lo. കുറേ വർഷമായിട്ട് ഞാൻ ഈ വില്ലൻ കളി കളിച്ചു തുടങ്ങിയിട്ട് ആരും എനിക്ക് അവാർഡൊന്നും തന്നിട്ടില്ല. ഞാൻ നിന്നെ പ്രേമിക്കുന്നു. താങ്ക് യു. ഞാനിവിടെ വന്നിട്ട് വണ്ടറടിച്ച് നിൽക്കുകയാണ്. കാരണം Micromax South Indian International Movie Awards 2014.